ഇസ്രായേലും അമേരിക്കയും രണ്ട് രീതിക്ക് മുന്നോട്ട് പോകുന്ന ദിവസങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പ്രധാനപ്പെട്ട ഒരു വിഷയം, ഇറാനെ സംബന്ധിച്ചിടത്തോളം അവരെ ഏത് നിലക്കും ചർച്ച ചെയ്യും, പക്ഷേ ചർച്ചയ്ക്ക് കണ്ടീഷൻസ് ഉണ്ട്. ആ കണ്ടീഷൻസിൻ്റെ അപ്പുറം മറ്റൊരു ചർച്ചയും ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല എന്ന് പറയുന്നുണ്ട്. പക്ഷേ അതിൻ്റെയൊക്കെ അടിയൊഴുക്ക് നമ്മൾ പരിശോധിക്കുമ്പം ഇറാൻ്റെ ഭാഗത്ത് നിന്ന് റിപ്പോർട്ട് വരുന്നുണ്ട്. ആ റിപ്പോർട്ടിൻ്റെ എന്താണെന്നുള്ളതൊന്ന് അറ്റാച്ച് ചെയ്ത് വെക്കാം. അതിൻ്റെ മലയാളീകരിച്ച് അല്ലെങ്കിൽ ട്രാൻസ്ലേറ്റ് ചെയ്തൊരു ഭാഗം ഞാൻ വായിക്കാം. US പിന്തുണയില്ലെങ്കിൽ ഇസ്രായേൽ ഒറ്റയ്ക്ക് ഇറാൻ ആക്രമിക്കാൻ തയ്യാറാണെന്ന് ജെറുസലേം റിപ്പോർട്ട്. നയതന്ത്ര ശ്രമങ്ങൾ പരാജയപ്പെടുകയോ US പിന്തുണ അപര്യാപ്തമാവുകയോ ചെയ്താൽ ഇറാനെതിരെ ഏകപക്ഷീയമായി വ്യോമാക്രമണം നടത്താൻ ഇസ്രായേൽ തയ്യാറാണെന്ന് ഇസ്രായേൽ ഉദ്യോഗസ്ഥർ അമേരിക്കയെ സ്വകാര്യമായി അറിയിച്ചിട്ടുണ്ടെന്ന് ഇന്നലെ റിപ്പോർട്ട് ചെയ്തതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നു. അപ്പോൾ അതിൽ നിന്ന് കഴിഞ്ഞ ദിവസങ്ങൾ അഥവാ ഇന്നലെയാണ് ഇതിൻ്റെ ഒരു വലിയ രണ്ടാമതൊരു ചർച്ച നടന്നത്. ചർച്ച ഇന്ന് നമ്മൾ വ്യക്തമായി മനസ്സിലാക്കുന്നു. ഇനിയും നമ്മൾ അമേരിക്കയുടെ കൂടെ കൂടേണ്ടതില്ല. അതിൻ്റെ കാല് പിടിച്ച് നമ്മളിങ്ങനെ സ്വന്തം രാജ്യത്തെ വലിയ വികാരങ്ങളെ നമ്മളിങ്ങനെ പോസ്റ്റ്പോണ്ട് ചെയ്ത് നടക്കേണ്ടതില്ല. നമ്മളായിട്ട് ആക്രമിക്കാൻ തുടങ്ങുക എന്ന ഒരു ചെറിയ രീതിക്കോ അല്ല വലിയ രീതിക്കോ അമേരിക്ക അറിയിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അഥവാ നമ്മൾ പറയുന്നത് പോലെ നിൽക്കുന്നില്ലെങ്കിൽ പിന്നെ നമ്മൾ തന്നെ നമ്മുടെ കാര്യം നോക്കും. പക്ഷെ അതെത്ര കണ്ട് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം വിജയം കണ്ടെത്താൻ പറ്റുമെന്നുള്ളതിൽ അവരിൽ തന്നെ ആശങ്കയുണ്ട്. കാരണം അമേരിക്ക ഉണ്ടായിട്ട് പോലും ഇറാൻ്റെ ഈ ഒരു ഓപ്പറേഷൻ അല്ലെങ്കിൽ മിഡ് നൈറ്റ് ഹമ്മർ എന്ന് പറയുന്ന ഓപ്പറേഷനിൽ അമേരിക്ക ഉണ്ടായിട്ട് പോലും വിജയിക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പം പിന്നെ ഒറ്റയ്ക്ക് പൊരുതിയാൽ എന്താകുമെന്നുള്ളൊരു ബേജാർ ഇവർക്കുണ്ട്. എന്നാലോ ഇവരിത് പൊരുതാതിരിക്കാൻ കഴിയില്ല എന്നുള്ളതിൽ വലിയ രൂപത്തിൽ അവർ അറിയിക്കുകയും ചെയ്യുന്നുണ്ട്. രഹസ്യമായിട്ടാണെങ്കിലും പരസ്യമായിട്ടാണെങ്കിലും രണ്ടാമത്തെ പ്രഖ്യാപനമാണ് ഇത്. കഴിഞ്ഞ ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് ഇതേ വിഷയം തന്നെ ഇസ്രായേലിൻ്റെ ഭാഗത്ത് നിന്ന് റിപ്പോർട്ട് വന്നിട്ടുണ്ടായിരുന്നു. ആ റിപ്പോർട്ടിലും ഇതേ പറഞ്ഞിട്ടുണ്ടായിരുന്നത്, നല്ല രീതിക്ക് സഹകരിക്കുന്നില്ല എന്നാണെങ്കിൽ നമ്മൾ സ്വന്തമായിട്ട് ഇറാൻ ആക്രമിക്കും, അത് രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ സുരക്ഷിതത്വത്തിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങളതിനെ കാണുന്നത് എന്നൊക്കെ പറഞ്ഞ് വലിയൊരു വീമ്പിളക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിലൊന്നും ഒരു കഴമ്പില്ലാതെ ഇങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞു. 2 ആഴ്ചകൾക്ക് ശേഷം വീണ്ടും ട്രംപുമായിട്ട് കൂടിക്കാഴ്ച നടത്തി. ആ ട്രംപിൻ്റെ പ്രത്യേക വിവരമനുസരിച്ച് നമുക്ക് പറയാൻ പറ്റുന്നത്, ഇറാനുമായിട്ട് ഞങ്ങൾ യുദ്ധത്തിനില്ല, ഞങ്ങൾ സന്ധി അഥവാ ഒരു ചർച്ചയാണ് ആഗ്രഹിക്കുന്നത്. പക്ഷേ ഇതൊന്നും അത്ര കണ്ട് ഇസ്രായേൽ നെതന്യാഹുവിന് പറ്റുന്നില്ല. അതുപോലെ തന്നെ അവിടെയുള്ള വലതുപക്ഷ തീവ്രവാദ ജൂത സയനിസ്റ്റ് സഖ്യകക്ഷത്തിന് അല്ലെങ്കിൽ ആളുകൾക്കും പറ്റുന്നില്ല എന്നുള്ളതിൻ്റെ ഭാഗമായിട്ടാണ് 45 മിനിറ്റിന് മുമ്പ് ഒരു റിപ്പോർട്ട് പുറത്തു വന്നത്. അതിൽ കൃത്യമായി പറയുന്നുണ്ട്, ഇറാൻ്റെ ആണവ പദ്ധതികളെക്കുറിച്ചുള്ള തുടർച്ചയായ പിരിമുറുക്കങ്ങളുടെയും പുതുക്കിയ ചർച്ചകളുടെയും പശ്ചാത്തലത്തിലാണ് ഈ നിലപാട് ഇസ്രായേൽ സ്വീകരിക്കേണ്ടി വരിക. അഥവാ ഈ പുതിയ ചർച്ചകളൊക്കെ നീണ്ടു പോകുമ്പം ഇറാൻ്റെ ഈ പ്രതിസന്ധി കൂടുതൽ അനുഭവിക്കുന്നത് ഇസ്രായേലാണെന്നാണ് അവർ പറഞ്ഞു വെക്കുന്നത്. ഇറാൻ്റെ ബാലിസ്റ്റിക് മിസൈൽ പദ്ധതിയെയും അതുപോലെ തന്നെ പ്രാദേശിക പ്രവർത്തനങ്ങളെയും അഭിസംബോധന ചെയ്യേണ്ടതിൻ്റെ ആവശ്യകത ഊന്നിപ്പറഞ്ഞുകൊണ്ടാണ് ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ ഏറ്റവും തൊട്ടടുത്ത് എടുക്കുന്ന ഒഫീഷ്യൽ അമേരിക്കയെ രഹസ്യമായിട്ട് ഈ വിവരങ്ങളൊക്കെ അറിയിച്ചുകൊണ്ടിരിക്കുന്നത്. എന്താണെങ്കിലും ഇറാൻ്റെ ബാലിസ്റ്റിക് മിസൈൽ ശേഷികളെ സംബന്ധിച്ച് ഒരു തരത്തിലും നമുക്ക് ചർച്ച ചെയ്ത് പരിഹരിച്ച് മുന്നോട്ട് പോകാൻ കഴിയില്ല. അതില്ലായ്മ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു കോൺട്രാക്റ്റ്, ഒരു കരാറ് ഈ അമേരിക്ക മുൻകൈ എടുത്തിട്ടുണ്ടാക്കണമെന്നാണ് നെതന്യാഹുവിൻ്റെ പക്ഷം. പക്ഷേ ഈ അമേരിക്ക ആകട്ടെ എന്തോ എവിടെയോ ഒരു പന്തികേട് പോലെ നിൽക്കുകയാണ്. രണ്ടും ഒരേ രീതിക്ക് 2 ഗെയിം കളിക്കുന്നത് പോലെ തോന്നുന്നുണ്ട്. അതും വേറെ ലെവല്. കാരണം ഇവർ പുറത്തേക്ക് പറയുന്ന നേരെ ഓപ്പോസിറ്റ് ആകാം. ഇവരുടെ യാഥാർത്ഥ്യത്തിൻ്റെ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്ത് എന്നും സംഭവിക്കാം. കാരണം നമ്മളൊക്കെ പൊട്ടന്മാരാക്കിയിട്ട് മറ്റൊരു ഓപ്പറേഷനിലേക്ക് ഇവർ നീങ്ങുമ്പോൾ പെട്ടെന്ന് എന്നുള്ളത് കാത്തിരുന്ന് കാണും. പക്ഷേ ഇവർ വലിയ രൂപത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലുകൂടുന്ന ഒരു രീതിയാണ് ഇപ്പോൾ വാക്കിലും വർത്തമാനങ്ങളിലും വാർത്തകളിലും ഒക്കെ നിറഞ്ഞു നിൽക്കുന്നത്. ഇത് രണ്ടാമത്തെ ഒരു സ്റ്റേറ്റ്മെൻറ്റാണ്. ഒരു പക്ഷേ നമുക്ക് തോന്നുന്നത്, ട്രംപ് പറഞ്ഞിട്ടുണ്ടാവും നെതന്യാഹുവിനോട്, നിങ്ങൾ അവിടെ ഇസ്രായേലിൽ എത്തിക്കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ട്വീറ്റ് അങ്ങ് ചെയ്തേക്ക്. ഞാനതൊക്കെ മനസ്സിലാക്കിയത് കൊണ്ട് നമ്മൾ തമ്മിലൊരു പ്രശ്നവുമില്ല. പക്ഷേ ലോകത്ത് നമുക്കതൊരു വലിയ മൈലേജ് കിട്ടാൻ സാധ്യതയുണ്ട്. അങ്ങനെയും ഈ 2 ആളുകളും ചെയ്യാൻ സാധ്യത ഇല്ല എന്നൊന്നും നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു വാർത്തയെ നമ്മൾ എത്രമാത്രം വിശ്വസിക്കണമെന്ന് വെച്ചാൽ ഒരു 80% പോലും വിശ്വസിക്കാനുള്ള സാധ്യത ഈ പേഴ്സണൽ ഒപ്പീനിയനിൽ പറയാൻ കഴിയില്ല. കാരണം ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ലോക ആളുകളെ കുരങ്ങ് കളിപ്പിക്കുകയാണെങ്കിലോ എന്നുള്ളത് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. മിഡിൽ ഈസ്റ്റിനെ കൂടുതൽ അസ്ഥിരപ്പെടുത്തുന്നതിനാൽ അന്താരാഷ്ട്ര സമൂഹം ഈ സംഭവ വികാസങ്ങളെ സസൂക്ഷ്മം വീക്ഷിക്കണമെന്നും ഇറാൻ്റെ നിരീക്ഷണത്തിൽ പറയുന്നുണ്ട്. എന്താണെങ്കിലും
UN-നോടും അതുപോലെ ബന്ധപ്പെട്ട ഇൻ്റർനാഷണൽ ലെവലിൽ ഏജൻസികളോടൊക്കെയാണ് ഈ കാര്യങ്ങൾ പറയുന്നത്. പക്ഷേ എന്താണെങ്കിലും ഈ വർത്തമാനങ്ങളൊന്നും അത്ര കണ്ട് നമുക്ക് വിശ്വാസമാകുന്നില്ല. രണ്ടാമത്തെ തവണയും ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്ന് ഒറ്റയ്ക്ക് പോരാടുമെന്നൊക്കെ പറയുമ്പം എന്തെങ്കിലും ഒന്ന് അവരുടെ അടുത്ത് വേണ്ടേ. കഴിഞ്ഞ കാലം 2025 ജൂണോടുകൂടി അവരുടെ അടുത്ത് ഒന്നുമില്ല എന്ന് ലോകം മനസ്സിലാക്കി കഴിഞ്ഞതാണ്. അവിടുന്ന് അങ്ങോട്ടാണ് കാര്യങ്ങൾ ഈ ഇസ്രായേൽ ഇത്രയേ ഉള്ളൂ എന്ന് മനസ്സിലാക്കാൻ ലോകത്തിന് തന്നെ സാധിച്ചത്. ഇപ്പോൾ പുതുതായിട്ട് വന്ന് പറയുന്നതിൽ എന്തെങ്കിലും കഴിവുണ്ടോ? പ്രിയപ്പെട്ട പ്രേക്ഷകർ, നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനിതൊക്കെ വായിക്കുമ്പം മൊത്തത്തിലുള്ളൊരു പന്തികേട് ഉള്ളതായിട്ടാണ് തോന്നുന്നത്. കാരണം ഇതേ രീതിയാണ് കഴിഞ്ഞ 2025 ജൂൺ മാസം നടന്നത്. ട്രംപും നെതന്യാഹും വലിയ രൂപത്തിൽ വലിയ പ്രശ്നങ്ങളാണ്, അവർ തമ്മിൽ അകന്നു നിൽക്കുന്നു എന്നും പറഞ്ഞിട്ട് വലിയ വാർത്തകൾ ആ സമയത്ത് ലോകത്ത് ഉയർന്നു വന്നിട്ടുണ്ടായിരുന്നു. നമ്മളൊക്കെ അതങ്ങനെ വിശ്വസിച്ചു. കാരണം നമ്മൾ ആ സമയത്ത് അതുവരെ ഉണ്ടായിരുന്ന കാര്യത്തെക്കുറിച്ച് അന്വേഷിക്കുമ്പം 60% നമ്മളങ്ങനെ വിശ്വസിച്ചിരുന്നു. പിന്നെയാണ് പെട്ടെന്നൊരു അറ്റാക്ക് നടക്കുന്നതും ഇവർ രണ്ടുപേരും നമ്മുടെ ഭായിമാരാവുകയും പിന്നീട് അങ്ങോട്ട് വലിയ യുദ്ധത്തിലേക്ക് എടുത്ത് ചാടുകയും ചെയ്തത്. അതേപോലെ ഈ വാർത്തകളിലെ വളച്ചൊടിക്കൽ കണ്ടിട്ട് നമ്മളതിൻ്റെ പിന്നാലെ പോകുമ്പം ഇപ്പുറത്ത് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്ത് അതിൻ്റെ മുന്നോട്ട് വന്ന് അവരുടെ ടാർഗറ്റ് ഹിറ്റ് ചെയ്യാനുള്ള ശ്രമം ഇസ്രായേലും അമേരിക്കയും നടത്തുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നൊന്നും ഇവരുടെ പൂർവ്വകാല ചരിത്രങ്ങൾ പഠിച്ച നമുക്ക് പറയാൻ കഴിയില്ല. കാരണം ഉണ്ട് എന്ന് തന്നെ ഏകദേശം മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ട് ഈ തിട്ടൂരങ്ങൾ അല്ലെങ്കിൽ ആളെ പൊട്ടനാക്കുന്ന പരിപാടികൾ അത്ര കണ്ട് ഇനി വിജയിക്കില്ല എന്ന് ഉറപ്പാണ്. കാരണം എങ്ങനെ പോയാലും ഇസ്രായേൽ ഈ കാര്യങ്ങൾ അമേരിക്ക അറിയുന്നുണ്ട്. അമേരിക്കയ്ക്ക് ഇസ്രായേലിനെ ഒഴിവാക്കാനും പറ്റില്ല. എപ്സ്റ്റൈൻ ഫയലുകളും കാര്യങ്ങളും അവിടെ ഇരിക്കട്ടെ. പണ്ടേ ഇവർ വലിയ രൂപത്തിൽ കോൺട്രാക്റ്റ് ഉള്ള ആളുകളാണ്. അതുകൊണ്ട് തന്നെ എന്ത് വില കൊടുത്താലും അമേരിക്കയ്ക്ക് ഇസ്രായേലിനെ സംരക്ഷിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഒരു പിന്മാറ്റവും ഇസ്രായേൽ അമേരിക്ക രണ്ട് പേർക്കിടയിൽ ഉണ്ടാവുകയില്ല എന്ന് നമുക്ക് ഉറച്ച് വിശ്വസിക്കാൻ പറ്റും. ഇപ്പോഴുള്ള അടിച്ചിറക്കലുകളൊക്കെ പാശ്ചാത്യ മാധ്യമങ്ങളിൽ കൊട്ടിഘോഷിക്കുന്നുണ്ടെങ്കിൽ അത് ആളുകളെ മറ്റൊരു ദിശയിലേക്ക് ശ്രദ്ധ ചെലുത്തി അല്ലെങ്കിൽ ശ്രദ്ധ തിരിക്കാൻ വേണ്ടി മാത്രമായിരിക്കും. എന്തായിരിക്കും ഈ അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും അടുത്ത പദ്ധതി എന്ന് മനസ്സിലാക്കുമ്പം 7ഓളം ദിവസങ്ങൾ കൊണ്ട് ഒരു നിർണായക നീക്കം നടത്താനുള്ള സാധ്യത ഉണ്ട് എന്നും ചിലർ പറഞ്ഞു വെക്കുന്നു. അഥവാ റമദാൻ മാസമാകുമ്പോഴേക്ക് വലിയ രൂപത്തിലുള്ള ഒരു തീരുമാനത്തിലേക്ക് അല്ലെങ്കിൽ സൈനിക നടപടിയിലേക്ക് അമേരിക്കയും ഇസ്രായേലും ഒപ്പം ചേർന്നുകൊണ്ട് നടത്താനുള്ള സാധ്യതയും തള്ളിക്കളയുന്നില്ല. അങ്ങനെയും റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. എന്താണെങ്കിലും കാത്തിരിക്കാം എങ്ങനെയൊക്കെ കാര്യങ്ങൾ നടക്കുമെന്നുള്ളത്. പക്ഷേ ലോകത്ത് ഈ യുദ്ധങ്ങളൊക്കെ യുദ്ധക്കെടുതികളൊക്കെ വലിയ രൂപത്തിൽ അനുഭവിച്ചവരാണ് ഈ ഇറാനികൾ. അതുകൊണ്ട് തന്നെ അവരെ സംബന്ധിച്ചിടത്തോളം മനക്കരുത്തും വലിയ രൂപത്തിൽ ഇച്ഛാശക്തിക്കുള്ള ആളുകളാണ്. അവിടെയാണ് ഇസ്രായേലും അമേരിക്കയും പരാജയപ്പെട്ടു പോകുന്നത്. ഇവിടെ എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും വാക്കുപോരുകളും അതോടൊപ്പം തന്നെ മറ്റൊരു ഭാഗത്ത് ഭീഷണികളും മറ്റൊരു ഭാഗത്ത് ചർച്ചകളുമായിട്ട് ഒരു അപൂർവമായിട്ടുള്ള സിറ്റുവേഷനിലൂടെയാണ് മുന്നോട്ട് പോകുന്നത്. ഈ വാർത്തയുടെ ഉള്ളടക്കം നമുക്ക് മനസ്സിലാക്കാം. ഇസ്രായേൽ ഒറ്റയ്ക്ക് പൊരുതും എന്ന് വെറുതെയെങ്കിലും പറയുന്നു എന്ന് വാർത്തയായിട്ട് വരുന്നുണ്ട്. ആ വാർത്തയെ ആസ്പദമാക്കി നമ്മൾ പറയുമ്പം ഇസ്രായേലിനെ കുടിച്ച വെള്ളത്തിൽ നമ്പാൻ പറ്റില്ല, വിശ്വസിക്കാൻ പറ്റില്ല. ഇവർ വാർത്തയുടെ ആ വലിയ ഭാഗം മറച്ചു വെച്ചുകൊണ്ട് വേറൊരു വാർത്ത പുറലോകത്തേക്ക് വിടുന്നു എന്ന് മാത്രം കരുതിയാൽ മതിയാകും. എന്താണെങ്കിലും ഈ ഒരാഴ്ച കൊണ്ട് നമുക്ക് ഏറെക്കുറെ പിക്ചർ വ്യക്തമാകുമെന്ന് കരുതുന്നു. നിങ്ങളുടെ സപ്പോർട്ട് അത്യാവശ്യമാണ്. ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇപ്പോൾ തന്നെ ഒന്നും മറക്കാതെ ചെയ്യുമെന്ന് കരുതുന്നു. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. ഗുഡ് ബൈ.